100 ദിവസം കൊണ്ട് തടി ഉറക്കണ ചലഞ്ചിൽ ഇന്നത്തെ ദിവസം 94. അതുപോലെ രാവിലെ നേരത്തെ എണീച്ച് ഒരു കപ്പ് ചൂടുവെള്ളം കുടിച്ച് വണ്ടി എടുത്ത് നേരത്തെ ജിമ്മിലെത്തി. എന്നിട്ട് ഇന്നത്തെ വർക്കൗട്ട് ചെസ്റ്റും ഷോൾഡറും ട്രൈസ് ഈ 3 വർക്കൗട്ട് അടിച്ചു കഴിയുമ്പോൾ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ആ ഒരു ക്ഷീണം ഒരു 5 മിനിറ്റ് ജിമ്മിലിരുന്ന് മാറ്റിയിട്ട് വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി. എനിക്ക് ഇന്ന് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. ദാ ഈ കാണുന്ന 4 കോഴിമുട്ട. രാവിലത്തെ വിശപ്പ് ഈ ഒരു 4 കോഴിമുട്ടയിൽ ഒതുക്കി വണ്ടി എടുത്ത് നേരെ കൂട്ടുകാരന്മാരോട് കുറച്ചധികം നേരം സംസാരിക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ വിളിച്ച് അവന്റെ വീട്ടിൽ കുറച്ചടുത്ത് പണി അങ്ങോട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി എന്താണ് പണിയെന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു ഓട് മൊത്തം മാറ്റം പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആ ഒരു ഓട് മൊത്തം പൊളിച്ചു മാറ്റാൻ തുടങ്ങി. സംഭവം കാണുമ്പോൾ വളരെ സിമ്പിൾ ആയി തോന്നുമെങ്കിലും ഒരു 10-15 മണിയാകുമ്പോൾ തുടങ്ങിയ പണി അവസാനിച്ചത് ഒരു 5-5:30 മണിയാകുമ്പോഴാണ്. കാരണം ഈ ഒരു ഓട് മാത്രമല്ല മാറ്റാണ്ടായിരുന്നത്, ആ ഒരു വീടിന്റെ മേലത്തെ പട്ടിയും കഴിക്കോലും അങ്ങനെ എല്ലാ സാധനങ്ങളും മാറ്റാനുണ്ടായിരുന്നു. അങ്ങനത്തെ എന്റെ ഒരു കൂട്ടുകാരന്റെ വീടിന്റെ മേലത്തെ ഓടും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും മേലിൽ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് പൊടിയും കറിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി എടുത്ത് നേരെ കുളിക്കാൻ വേണ്ടി ഒരു കുളം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഈ ഒരു കുളത്തിനോട് എത്തി ആ ഒരു പൊടിയും ചെളിയെല്ലാം പോയി നല്ലപോലെ മുങ്ങി കുളിച്ചതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ പോയി ഡ്രസ് എല്ലാം മാറി ഫ്രഷ് ആയിട്ട് നമ്മുടെ ഒരു അനിയന്റെ പിറന്നാളിൽ കേക്ക് മുറിക്കാനായിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ പിറന്നാളാര്. അവന്റെ കേക്കും കാര്യങ്ങളെല്ലാം മുറിച്ചു കഴിഞ്ഞതിന് ശേഷം അവന് നല്ലൊരു പിറന്നാൾ ആശംസ ഞാനും എന്റെ കൂട്ടുകാരന്മാരെ എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ പോയി രാത്രി കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. 2 നൂലുപുട്ടും കൂടെ പരിപ്പിച്ചാറും. രാത്രിത്തെ ഭക്ഷണം അതും കഴിച്ച് വിശപ്പും മാറ്റി എന്റെ ഈ ഒരു 94ാമത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.